കേരളത്തെ ഹരിതാഭവും ജലസമൃദ്ധവുമാക്കാൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മരങ്ങളും വർണ്ണച്ചെടികളും പുൽമേടുകളും നിറഞ്ഞ അന്തരീക്ഷമൊരുക്കാൻ വിവിധ വകുപ്പുകളെയും ക്യാമ്പസുകളെയും സ്വകാര്യ വ്യക്തികളെയും സംയോജിപ്പിച്ച് ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത്. പ്രകൃതിയെ സ്നേഹിക്കാനും അതിനായി ജനങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി തരിശുഭൂമിയിൽ പച്ചപ്പൊരുക്കാനുള്ള ഈ പദ്ധതി 2019 പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിച്ചു. കേരളത്തിലെ 250 ഗ്രാമപഞ്ചായത്തുകളിലായി 500ഓളം ഏക്കറിൽ പദ്ധതി തുടക്കമിട്ടു. തുടർന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമായി പദ്ധതി വ്യാപിപ്പിച്ചു. പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി തനതായ വൃക്ഷങ്ങളും തദ്ദേശീയമായ സസ്യങ്ങളും ഉൾപ്പെടുത്തി സ്വാഭാവികമായ വൈവിധ്യ തുരുത്തുകൾ സൃഷ്ടിച്ചെടുത്ത് സംരക്ഷിക്കാനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. സർക്കാരിൻ്റെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഭൂമി, പുറംപോക്കുകൾ, നഗരഹൃദയങ്ങളിലും മറ്റും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളെല്ലാം പച്ചത്തുരുത്ത് സ്ഥാപിക്കുന്നതിന് യോജിച്ചവയാണ് എന്ന് കണ്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തി. ചുരുങ്ങിയത് 1/2 സെന്റ് മുതൽ കൂടുതൽ വിസ്തൃതിയുള്ള ഭൂമിയിൽ പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചു. ജൈവവൈവിധ്യ ബോർഡ്, കൃഷിവകുപ്പ്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, വനം വകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, പരിസ്ഥിതി സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹായത്തോടെയാണ് ഇവ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിത്തിനങ്ങൾ കണ്ടെത്തൽ, വൃക്ഷങ്ങളെ തിരിച്ചറിയൽ തുടങ്ങി ഈ പ്രവർത്തനത്തിനു വേണ്ട സാങ്കേതിക സഹായം നൽകാനായി പരിസ്ഥിതി പ്രവർത്തകർ, ജൈവവൈവിധ്യ മേഖലയിലെ വിദഗ്ധർ, ജനപ്രതിനിധികൾ, പ്രാദേശിക സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ ഉൾപ്പെട്ട ഒരു സമിതിയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ആഗോള താപനത്തെ ചെറുക്കുന്നതിനും പച്ചത്തുരുത്തുകൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകും. അന്തരീക്ഷത്തിന്റെ അധിക കാർബണിനെ ആഗിരണം ചെയ്ത് സംഭരിച്ച് സൂക്ഷിക്കുന്ന കാർബൺ കലവറകളായി വർത്തിക്കുന്ന പച്ചത്തുരുത്തുകൾ പ്രാദേശിക ജൈവവൈവിധ്യ സംരക്ഷണവും ഉറപ്പാക്കും. അതിജീവനത്തിനായി ചെറുവനങ്ങൾ സൃഷ്ടിച്ച് പരിസ്ഥിതി പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹരിത കേരള മിഷൻ നടപ്പാക്കിയ പച്ചത്തുരുത്ത് പദ്ധതിയിൽ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയായി മാറി തിരുവനന്തപുരം. സംസ്ഥാനത്താകമാനം നിർമ്മിച്ച 1261 പച്ചത്തുരുത്തുകളിൽ 256 തിരുവനന്തപുരത്ത് തന്നെയെന്നത് ശ്രദ്ധേയമാണ്. ജില്ലയിലെ 78 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇന്ന് പച്ചത്തുരുത്തുണ്ട്. വിവിധ പഞ്ചായത്ത് കോർപ്പറേഷൻ പരിധിയിലായി ഉപയോഗശൂന്യമായി കിടന്ന 1/2 സെന്റ് മുതൽ 8 ഏക്കർ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് ഫലവൃക്ഷങ്ങളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും ഔഷധ സസ്യങ്ങളും ഒക്കെ ഹരിതാഭയൊരുക്കുന്നു. ഇരിപ്പിടങ്ങൾ, കുളങ്ങൾ, ഊഞ്ഞാലുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ട്. ഇവയുടെ പരിപാലന ചുമതല തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ്. ഈ പച്ചത്തുരുത്തുകളെ കുറിച്ചുള്ള പഠനത്തിലൂടെ നമ്മുടെ പ്രദേശത്തെ ജൈവ വൈവിധ്യം ഒരു പരിധി വരെയെങ്കിലും നിലനിർത്താനും കാലാവസ്ഥ വ്യതിയാനം ചെറുക്കാനും ജലദൗർലഭ്യം കുറയ്ക്കാനും വിവിധ ഇനം വൃക്ഷങ്ങൾ നട്ടുവളർത്തുന്ന ഈ പദ്ധതി കാലത്തിന്റെ ആവശ്യകതയാണ് എന്ന് തിരിച്ചറിയുവാൻ ഏറെ സഹായകമായി. നമസ്കാരം. കിളിമാനൂർ RRV ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന 50 കുട്ടികളടങ്ങുന്ന ജൈവ വൈവിധ്യ ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള യുവതലമുറയിലെ കുട്ടികൾ
രാജാ രവിവർമ്മ ആർട്ട് ഗാലറിയോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുള്ള പച്ചത്തുരുത്ത് സന്ദർശിക്കുകയുണ്ടായി. ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സന്ദർശനമാണ് എൻ്റെ പ്രിയ കൂട്ടുകാരായ കൊച്ചുകുട്ടികൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എൻ്റെ കൊച്ചുകൂട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും വളരെ അനിവാര്യവും പ്രയോജനകരമായ ഒരു പദ്ധതിയാണ് അല്ല കേരള മിഷൻ നേതൃത്വം നൽകി ആവിഷ്കരിച്ചിട്ടുള്ള പച്ചക്കറി. നമ്മുടെ വൃക്ഷങ്ങൾക്ക് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ ശുദ്ധവായു നൽകുന്നതിന് ശേഷിയുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ മറ്റൊരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഡൽഹി പോലെയുള്ള വൻ നഗരങ്ങളിൽ അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ശുദ്ധവായു ലഭിക്കാതെ ജനങ്ങൾ വളരെയേറെ കഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മളേവരും വിവിധ മാധ്യമങ്ങളിൽ കൂടി കേൾക്കുകയും കാണുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി തരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പച്ചത്തുരുത്ത് എന്ന പദ്ധതിക്ക് രൂപം നൽകിക്കൊണ്ടുള്ള പ്രവർത്തന ഘട്ടം തുടങ്ങിയത്. പച്ചത്തുരുത്ത് സന്ദർശിക്കാൻ കാണിച്ച നിങ്ങളുടെ സൗമനസ്യത്തിനും അതുപോലെ നിങ്ങളുടെ പഠന താല്പര്യത്തിനും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പരന്നു നിറയുന്ന പച്ചപ്പും ജലസമൃദ്ധിയും നമ്മുടെ കേരളത്തിന്റെ മുഖമുദ്രകളാണ്. എന്നാൽ ഈ ആകർഷണീയത ഇന്ന് എത്രത്തോളം നിലനിൽക്കുന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പച്ചത്തുരുത്ത് ഒരു മികച്ച ആശയമാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇതിന്റെ സംരക്ഷണവും പരിപാലനവും വലിയ വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് പഠനത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പച്ചത്തുരുത്തിന്റെ സംരക്ഷണം ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്വമാണോ, അതോ വിദ്യാർത്ഥികളടക്കമുള്ള പൊതുസമൂഹം ഇത് ഏറ്റെടുക്കേണ്ടതുണ്ടോ? തീർച്ചയായും ഇത് സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട്. കൂടുതൽ മാലിന്യരഹിതമായ പച്ചപ്പ് നിറഞ്ഞ കേരളത്തിനായുള്ള യാത്ര നമുക്കൊത്തൊരുമിച്ച് തുടരാം. നമ്മുടെ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി പരിരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ ജീവിതശൈലി തിരഞ്ഞെടുത്ത് പ്രകൃതിയുടെ വീണ്ടെടുപ്പിനായി ഹരിത കേരളം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധരാകാം. ഈ യജ്ഞത്തിൽ ജലവും മണ്ണും വിളവും ഭാവിയിലേക്ക് വേണ്ടി സംരക്ഷിക്കാനുള്ള ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. പ്രകൃതി ഒരുക്കിയ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പച്ചത്തുരുത്താണ് നമ്മുടെ കേരളം. പച്ചത്തുരുത്തുകളുടെ ലോക മാതൃകയായി കേരളം മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രതീക്ഷയുടെ 1000 പച്ചത്തുരുത്തുകൾ ഇനിയും ഉണ്ടാകട്ടെ.